വിടുതലുകൾ നാം പ്രാപിക്കണം, നമ്മുടെ കടപ്പാടാണ്. ആ വിടുതലുകൾ നാം ദൈവസന്നിധി പ്രാപിച്ചെടുത്തു കഴിഞ്ഞാൽ പരാജയത്തിന്റെ ഒരു ശബ്ദം നമ്മുടെ ജീവിതത്തിൽ ലേശവും വരാതെ വണ്ണം ദൈവത്തിന്റെ ആത്മാവ് താങ്ങും എന്നതിന് രണ്ട് പക്ഷമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദമാണ്, ദൈവവചനത്തിന്റെ വെളിപ്പാടാണ് നമ്മുടെ ആത്മീക മനുഷ്യനെ കരുത്തോടെ യാത്ര ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ കർത്താവിന്റെ ദൂതിലേക്ക് നീങ്ങാം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യമാണ് ഇന്ന് രാവിലെ സമയം ചിന്തിക്കുന്ന വാക്ക്. അതിനുശേഷം മർക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 8-ാമത്തെ വാക്യം വരെയും മർക്കോസ് സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യവും ആവർത്തന പുസ്തകം 8-ന്റെ 4 മുതൽ 9-ാമത്തെ വാക്യവും വെളിപ്പാട് പുസ്തകം 10-ന്റെ 1 മുതൽ വാക്യമാണ് നമുക്ക് ഇന്ന് രാവിലെ ചിന്തിക്കേണ്ട വചനത്തിന്റെ വെളിപ്പാടുകൾ. അതിന്റെ പാർട്ടുകൾ പരിശുദ്ധ നിയോഗിക്കുന്ന പോലെ നമുക്ക് ചിന്തിക്കാം, വായിക്കാം. 16-ാം അധ്യായത്തിന്റെ പുറപ്പാട് 16-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം പ്ലീസ് വായിച്ചേ. കുടിപ്പാർപ്പുള്ള ദേശത്ത് എത്തുവോളം ഇസ്രായേൽ മക്കൾ 40 സംവത്സരം മന്ന ഭക്ഷിച്ചു. അടുത്ത വാക്യം, കനാൻ ദേശത്തിന്റെ അതിരിൽ എത്തുവോളം അവർ മന്ന ഭക്ഷിച്ചു എന്ന വാക്ക് വളരെ ശക്തമായ വെളിപ്പാടാണ്. അത് ക്രിസ്തുവിന്റെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ഈ ദൂതിന് വളരെ ശക്തിയും പ്രശസ്തിയും ഉള്ളതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ഈ വെളിപ്പാട് ദൈവമക്കൾ ഏറ്റെടുപ്പാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിപ്പിക്കുന്നു. സ്വത്രം നമുക്കറിയാം, സ്വത്രം ദൈവത്തിന്റെ മക്കളായ ഇസ്രായേൽ മക്കളെ വളരെ അത്ഭുതകരമായ നിലയിൽ 430 സംവത്സരത്തിന്റെ അടിമ ജീവിതത്തിന് ശേഷം വളരെ പ്രതീക്ഷയോടുകൂടെ ദൈവിക വാഗ്ദത്തം മോശയിൽ കൂടെ കൊടുത്ത ശേഷം കനാൻ ദേശം എന്ന വാഗ്ദത്ത ദേശത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നതാകുന്നു ഇതിന്റെ പ്രമേയം എന്ന വാക്ക്. ഒറ്റ ലക്ഷ്യം, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിന്റെയും ഇല്ലായ്മയുടെയും പരാജയത്തിന്റെയും വേദനയുടെയും അടിമത്തത്തിന്റെയും ഒരു വലിയ യുഗങ്ങൾ ദിവസങ്ങൾ കടന്നുപോയി. എന്നാൽ ഇസ്രായേൽ മക്കൾ നിലവിളി കണ്ടിട്ട് അവരെ നിലവിളി കേട്ട മഹാദൈവം അവരെ പുറപ്പെടുവിപ്പാൻ പഴയ നിയമത്തിൽ മോശ എന്ന വലിയ ദൈവദാസനായ വീണ്ടെടുപ്പുകാരനെ ദൈവത്തിന്റെ ആത്മാവ് നിയുക്തനാക്കി തീർത്ത് സകല അഭ്യാസവും പഠിപ്പിച്ച് പൂർത്തിയാക്കിയ ശേഷം സകല ആത്മജ്ഞാനത്താലും നിറച്ച് ഫറവോനോടെ സംസാരിക്കേണ്ട ജ്ഞാനം കൊടുത്തു. പിശാചിന്റെ കെട്ടിനോട് പോരാടേണ്ട അധികാരവും ധൈര്യം കൊടുത്ത ശേഷം 600,000 പുരുഷന്മാരെയും 25 ലക്ഷത്തിന് നിരത്തെയും അടിമത്തിന്റെ യുഗത്തിന് പൊട്ടിച്ച് കടലിലിറക്കിയ ശേഷം അവരെ മരുഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന മേഖലയിൽ പറഞ്ഞ കാര്യമാണ്, കുടിപ്പാർപ്പുള്ള ദേശത്ത് അവർ എത്തുവോളം ദൈവം അവർക്ക് മന്ന കൊടുത്തു എന്ന വാക്കാണ്. ഏതാ കുടിപ്പാർപ്പുള്ള ദേശം? വാസയോഗ്യമായ ദേശം എന്നാണ്. അത് ഹാബിറ്റഡ് പ്ലേസ് എന്നാണ് ഇംഗ്ലീഷ് വാക്ക്. വാസയോഗ്യമാകുന്ന സ്ഥലത്ത് എത്തുന്നത് വരെയോ അവരാത്മാവിൽ ബലപ്പെട്ട് പോകാൻ തക്കവണ്ണം സ്വർഗത്തിലെ കർത്താവ് ഈ ഭൂമിയിലെ ഡിപ്പാർട്ട്മെന്റ് നല്ല ഭക്ഷണം കൊടുത്തത് സ്വർഗീയ ഡിപ്പാർട്ട്മെന്റ് ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഈ മരുഭൂമിയിൽ നിന്ന് ഉലകത്തുനിന്ന് ലഭിക്കുന്ന ആഹാരം കഴിച്ചാൽ മരുഭൂമിയിൽ ജീവിച്ച് പോകാൻ പറ്റില്ല. അതിവിടത്തെ കപ്പാസിറ്റി മനസ്സിലാക്കിയ മഹാദൈവം സ്വർഗീയമായ പ്രസ്ഥാന ഭോജനം, എല്ലാവിധമായ പോഷകങ്ങളും എല്ലാ മൂല്യങ്ങളും അടങ്ങിയിട്ടുള്ള വിശേഷമായ ആഹാരം കൊടുപ്പാൻ എന്റെ ദൈവം തീരുമാനിച്ചു. ഓർത്തോണം, സ്വർഗീയ ഭോജനം കൊടുപ്പാൻ തക്കവണ്ണം ദൈവം തീരുമാനിച്ചുവെങ്കിൽ ഇസ്രായേൽ മക്കളോടുള്ള ദൈവത്തിന് ആഴമായ സ്നേഹവും ദൈവത്തിന് അവരോട് ഉത്തരവാദിത്തമെന്ന് പരസ്യമായി തന്നെ ദൈവം തെളിയിച്ചു കഴിഞ്ഞു. കാര്യങ്ങൾ ഉയർത്തി സ്വർഗത്തിലെ കർത്താവിന് സ്തോത്രം ചെയ്യാം. അത് കഴിഞ്ഞ 430 വർഷം അവർ പാർത്ത ദേശം വാസയോഗ്യമുള്ള ദേശമല്ല. ഹലോ, എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞ വാക്ക്? കഴിഞ്ഞ 430 വർഷം അവർ പാർത്ത സ്ഥലം എന്തല്ല, വാസയോഗ്യമല്ല. ഇപ്പോൾ പറയുന്നു അവർ കുടിപ്പാർപ്പുള്ള വാസയോഗ്യമുള്ള സ്ഥലത്ത് എനിക്ക് എന്റെ മക്കളെ കൊണ്ടുപോയി പാർപ്പിക്കണം. ഇന്ന് രാവിലെ ചില വെളിപ്പാടെടുക്കണം. ഇന്ന് വരെ നമ്മൾ ജീവിക്കുന്ന ഇടത്തിൽ ചിലപ്പോൾ അത് അവൻ നന്മതാ ജീവിപ്പാൻ കഴിയുന്ന ദേശമല്ല.
പക്ഷെ സ്വർഗത്തിലെ കർത്താവ് വളരെ പെർഫെക്റ്റ് ട്രേസ് കൊണ്ട് അപ്പോയിന്റ്മെന്റ് ചെയ്ത് അവിടെ തൊട്ട് ഉയർത്തുവാൻ തക്കവണ്ണം ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വാസത്തിന്റെ ശബ്ദത്തിന്റെ നിലയിൽ കരമടിച്ച് നാവ് തുറന്ന് ആ വചനത്തിൻപാകെ നന്നായിട്ട് സ്തോത്രം പറഞ്ഞാട്ട്, ദൈവമേ, ഞങ്ങൾ പാർക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന പാർപ്പിടം, ഞങ്ങൾ പാർക്കുന്ന പട്ടണം പൈശാചികന്റെ കെടുതിയാലും ശാപത്തിന്റെ കെടുതിയാലും മൂടപ്പെട്ട മന്ത്രവാദം, ശകുനവാദം, ആഭിചാരം, അസൂയകൾ, മത്സരങ്ങൾ, അവൻ വെല്ലുവിളികൾ കൊണ്ട് മൂടപ്പെട്ട് അവൻ വെട്ടി 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 എന്നെ ഒതുക്കി വെച്ചിരിക്കുന്ന ദേശത്ത് നിന്ന് കുടി പാർപ്പിട ദേശത്തേക്ക് പറിച്ചു നട്ട് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി എന്നെ ഉയർത്തുവാൻ അങ്ങേക്ക് എന്നോട് എന്റെ കുടുംബത്തെ തലമുറയോട് പ്രശാനമുണ്ടല്ലോ എന്ന് ആ വെളിപ്പാട് പ്രാപിച്ചവർ അവയെ നന്ന ഒച്ചയിൽ കലവടിച്ച് നാവ് തുറന്ന് പറഞ്ഞാട്ട് എന്നെയോ ദൈവമേ കുടി പാർപ്പിട ദേശത്തേക്ക് അവയെ പറിച്ചു നട്ട് ഉയർത്തുവാൻ തക്കവണ്ണം തിരുവിതാത്തിന് പ്രശാനമാകണം. തന്റെ ജനങ്ങൾ ഞരങ്ങുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അതാണ് 1-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്. എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു, അവരെ കഷ്ടത ഞാൻ കണ്ടു. അപ്പോൾ നോക്കൂ, അത് പാർക്കാൻ പറ്റിയ യോഗ്യമായ സ്ഥലമാണോ? ആണോ? അല്ല, പാർക്കുവാൻ പറ്റിയ സ്ഥലമല്ല. അവിടെ കരച്ചിലിന്റെയും വിലാപത്തിന്റെയും മുറവിളിയുടെയും ദുഃഖത്തിന്റെയും ഭാരത്തിന്റെയും അസ്വസ്ഥതയുടെയും ഒരു ദേശമായിരുന്നു ആ ദേശം. പക്ഷെ ദൈവം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വാസയോഗ്യമുള്ള ഒരു ഇടത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാമെന്നാണ്. ഇന്ന് രാവിലെ സമയം ഈ 9-ാമത്തെ മാസത്തിന്റെ 15-ാമത്തെ ദിവസം വിശുദ്ധ സഭാരെ കൂടി വന്ന് ആരാധിക്കുന്ന ദൈവത്തിന് വിലപ്പെട്ട ദൈവമക്കളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ പ്രവചന ആത്മാ വിളിച്ചു പറയാ, ദൈവം ഈ ദിവസങ്ങൾ പറിച്ച് നട്ട് ഉയർത്തുവാൻ തക്കവണ്ണ നിലയിൽ തമ്പുരാന് തലമുറയോട് പ്രസാദമുണ്ടെന്ന് വിശ്വാസത്തിന്റെ കണ്ണോടുകൂടെ കരമടിച്ചാൽ പറയാ, ദൈവം ഭാഷയാക്കിയുള്ള അസ്വസ്ഥതയുള്ള തേളുകൊണ്ട് കുത്തുന്ന ഭാരപ്പെടുത്തുന്ന ഇടത്തു നിന്ന് ദൈവാത്മാവ് സ്വസ്ഥതയുടെ സ്ഥലത്തേക്ക് പറിച്ച് നട്ട് ഉയർത്തുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആ കരമെന്ന് ഉയർത്തി ആ വെളിപ്പാടിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. പക്ഷെ അവിടെ എത്തുന്നത് വരെ എന്തു വേണം? എന്ത് വേണം വെച്ചാ മഞ്ഞ വേണം. അവിടെ എത്തുന്നവർ എന്ത് വേണം? എന്തായി മഞ്ഞ എന്ന വാക്കിന്റെ അർത്ഥം? ക്രിസ്തുവിന്റെ നിഴലാ നിൽക്കുന്നു വേണം. അവ കുടിപ്പാർപ്പുള്ള ദേശത്ത് എത്തുന്നവരെ ആരെ വേണം? ക്രിസ്തുവിനെ വേണമെന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? രാമൻ പറയാമോ? വിത്തൗട്ട് ജീസസ് ബിഗ് സീറോ ആയിരിക്കും. ക്രിസ്തു ഇല്ലാത്ത ഒരു ലൈഫ് യാത്ര എന്ന് പറഞ്ഞാൽ അത് വലിയ പൂജ്യമായിരിക്കും. അത് അറിയാവുന്നുള്ള മോശ ദൈവത്തിന്റെ ശബ്ദം കൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് കുടിപ്പാർപ്പ് ദേശത്ത് എത്തുന്നവരെയും ക്രിസ്തുവിനെ വേണം. ക്രിസ്തുവിനെ വേണം. ക്രിസ്തുവിനെ വേണം. ക്രിസ്തുവിനെ വേണം. ക്രിസ്തു ഇല്ല എങ്കിൽ ആ നേറ്റീവ് പ്ലേസിൽ, ആ ഡെസ്റ്റിനേഷനിൽ, ആ ലക്ഷ്യ സ്ഥലത്ത് എത്തുവാൻ കഴിയത്തില്ല. കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ഇന്ന് രാവിലെ പറയണം, എനിക്ക് ക്രിസ്തുവിനെ വേണം. ക്രിസ്തു ഉണ്ടെങ്കിൽ അവൻ പറഞ്ഞ വാക്കാണ്, ഞാൻ നിങ്ങളെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി ഞാൻ കാണിച്ചു തരും, ഞാൻ നിന്റെ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അങ്ങനെ ആലോചന നടത്താൻ തക്കവണ്ണം ഒരുവന് മാത്രമേ ഭൂമി ജനിച്ചിട്ടുള്ളൂ, അത് ക്രിസ്തു അല്ലാതെ മറ്റാരുമില്ല എന്ന് വിശ്വാസത്തോടെ പറയാ, എന്റെ ക്രിസ്തുവിനെ വേണം. ക്രിസ്തുവിനെ വേണം. അവൻ ക്രിസ്തു വേണമെന്നതുകൊണ്ട് പറയുന്നു മഞ്ഞ വേണം. അതിനെ പറ്റി പറയുന്നത് ആമേ സ്തോത്രം ആ 16-ാം അധ്യായത്തിൽ തന്നെ പറയുന്നു. ആമേ വചനം പറയുന്നു, വായിച്ച്. ആമേ അവർക്ക് ആമേ മഞ്ഞ കർത്താവ് കൊടുത്തു എന്ന വാക്ക് വളരെ ഗൗരവത്തോടെ പറയുന്ന അതിന്റെ 4-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ച രാമോസ്തോത്രം 4-ാമത്തെ വാക്യം മുതൽ ഒന്ന് വേഗത്തിൽ വായിച്ച്. വേഗത്തിൽ ഞാൻ അവർക്ക് ആകാശത്തു നിന്നും അപ്പം, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അപ്പൊ ഞാൻ ആകാശത്തുനിന്ന് ഇറക്കിയ ജീവന്റെ അപ്പം എന്ന് പറയുന്നത് മശീയാണ്, യേശുവിനെയാണ്. പിതാവ് ദൈവം തന്റെ മോശയിൽ കൂടെ ആ ജനത്തിന് ദൂതം പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നും ഒരു അപ്പം താഴോട്ടിറക്കും. ആ അപ്പം ഭക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതത്തോടെ ജീവിപ്പാൻ തക്കവണ്ണമുള്ള ആത്മീക ആകാരവും ആത്മീക ഭോജനവും ആരോഗ്യവും ആത്മാവ് ധൈര്യവും
തരുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്ന വാക്കാകുന്നു, ഈ അവര് വസ്ത്രം ജീർണിച്ചില്ല, കാലിന് ചെരുപ്പ് തേഞ്ഞിട്ടില്ല. അപ്പൊ അപ്പം കൊടുത്തപ്പോൾ എവിടെയൊക്കെ അത്ഭുതം വെളിപ്പെട്ടു? വസ്ത്രത്തിൽ അത്ഭുതം വെളിപ്പെട്ടു, ചെരുപ്പിൽ അത്ഭുതം വെളിപ്പെട്ടു, അസ്ഥിയിൽ അത്ഭുതം വെളിപ്പെട്ടു, നാഡിയിൽ അത്ഭുതം വെളിപ്പെട്ടു, നരമ്പിൽ അത്ഭുതം വെളിപ്പെട്ടു, കണ്ണിനും കാഴ്ചയ്ക്ക് അത്ഭുതം വെളിപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ ശരീരത്തിലും ധരിച്ചിരിക്കുന്ന സകലത്തിലും കൂടാരത്തിലും കൂടെ ഉള്ളവർക്കും എല്ലാവർക്കും എന്ത് വെളിപ്പെട്ടു? അപ്പത്തിന്റെ അത്ഭുതം വെളിപ്പെട്ടു. സ്വതന്ത്രം മനസ്സിലാകുന്നുണ്ടോ? അത്ഭുതം വെളിപ്പെട്ടു. അതുകൊണ്ട് എന്ത് പറ്റി? അവൻ സ്വർഗത്തിലെ കർത്താവ് ആ ആകാരം, നിങ്ങൾ ആ വാക്ക് ഒന്നുകൂടി പറയാമോ? 24 വാക്യത്തിന്റെ ബി പാർട്ടാണ്. 24 വായിച്ചോ? സ്വതന്ത്രം 16:24 ഒന്ന് വായിച്ചോ പ്ലീസ്. അടുത്ത വാക്യം, അത് നാളെ പോകുന്ന അപ്പമല്ല, അത് ക്രമിക്കുന്ന അപ്പമല്ല. ഈ ഉലകത്തിന് ലഭിക്കുന്ന സകല നന്മയ്ക്ക് എന്തുണ്ട്? നാശമുണ്ട്, കൃമിശല്യമുണ്ട്. പക്ഷെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പം ക്രമിക്കുന്ന അപ്പമല്ല, അത് നാശമുണ്ടാക്കുന്ന നാറുന്നതുമല്ല. അതിന് പകരം അത് ഹാബിറ്റഡ് പ്ലേസ്, നമ്മെ വാസയോഗ്യമായ സ്ഥലത്ത് എത്തിക്കുന്നത് വരെയും ഈ അപ്പം ഭക്ഷിപ്പിച്ച് ധൈര്യപ്പെടുത്തുമെന്നാണ് ഇന്ന് രാവിലെ പറയണം. കർത്താവ് സ്വർഗത്തിൽ നിറങ്ങിയ ആ ജീവന്റെ അപ്പമായ തിരുവചനത്തിന്റെ അത്ഭുതം എന്നിലേക്കൊന്ന് ഇറങ്ങിയാൽ എന്റെ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കും. എന്താ ഈ അപ്പം? എന്താ ഈ മഞ്ഞ? ആമേ, യേശുവല്ലേ. അതുകൊണ്ടല്ലേ യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം അപ്പത്തെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞ വാക്കെന്താണ്? ആദിയിൽ അപ്പം ഉണ്ടായിരുന്നു, അല്ലെ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ആ വചനം ദൈവത്തോടെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ അപ്പത്തെ കുറിച്ച് യോഹന്നാൻ വളരെ ഗൗരവത്തോടെ പറയുന്നു. ആ വചനമാണ് ദൈവത്തിന്റെ അപ്പം. അപ്പൊ അപ്പം ദൈവത്തിന്റെ വചനമാണെങ്കിൽ ആ വചനം ഭക്ഷിക്കുന്നവർക്ക് അസ്വസ്ഥതകൾ ഇന്നേ നാഴികർ വന്നിട്ടില്ല. പൂജാരികളുടെ വീടുകളിൽ ബൈബിളുണ്ട്, മൗലവിമാരുടെ വീടുകളിൽ ബൈബിളുണ്ട്, നിരീക്ഷന്മാരുടെ വീടുകളിൽ ബൈബിളുണ്ട്, ജൈനന്മാരുടെ വീടുകളിൽ ബൈബിളുണ്ട്. ഉലകത്തിനകത്ത് എല്ലാ മതക്കാരുടെ കയ്യിൽ ഈ ബൈബിൾ എത്തിയിട്ടുണ്ട്. അവരും പദവാക്കാണ് ബൈബിൾ വായിക്കുന്നത് പോലെ പോസിറ്റീവ് എനർജി തരുന്നത് മറ്റൊരു പുസ്തകത്തിൽ ഇന്നേ നാഴികകൾ സംഭവിച്ചിട്ടില്ലെന്നാണ്. ഇന്ന് രാവിലെ മഞ്ഞ ഭക്ഷിച്ചെങ്കിൽ മാത്രമേ ആത്മബലം പ്രാപിക്കാൻ പറ്റൂ. നിങ്ങൾ എത്തേണ്ടായ ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് വരെ അത് നിങ്ങൾക്ക് മഞ്ഞ ഭക്ഷിച്ചേ പറ്റൂ. ഇന്ന് രാവിലെ മഞ്ഞ ഭക്ഷിക്കാതെ ജീവന്റെ അപ്പമാ തിരുവചനം ഭക്ഷിക്കാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇടത്തേക്ക് എത്തുവാൻ സാധ്യതയില്ല എന്ന് ഈ പ്രഭാതത്തെ ശുശ്രൂഷകൾ ദൈവമക്കൾ മനസ്സിലാക്കണം. കാര്യങ്ങൾ അടിച്ചാൽ പറഞ്ഞാൽ മഞ്ഞ ഭക്ഷിച്ചെങ്കിൽ മാത്രമേ അത് എത്തേണ്ട ഇടത്തേക്ക് എത്തിക്കാൻ പറ്റൂ. പറയാമോ? ഇത് നോക്കണം. ഒരു വാക്യം കൂടി, 2 വാക്യം കൂടി വായിച്ചാൽ ഈ മഞ്ഞ വേണം എന്നതും അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണമെന്നതും വചനം വേണമെന്ന് നിർബന്ധം പറയുന്നുണ്ട്. പുറപ്പാട് വർഷം 13-ാമത്തെ വാക്യം, പുറപ്പാട് 15-9-ാമത്തെ വാക്യം. കഴിഞ്ഞ ദിവസത്തെ രാത്രിയിൽ നമ്മൾ അഭിഷേകം തൊട്ടുപോയി. എന്നാൽ എന്റെ ഹൃദയം ഇപ്പോൾ കയറി വന്നതുകൊണ്ട് ഞാൻ അത് വായിപ്പിക്കുന്നത് വായിച്ചു. 14:3, 15:9 വായിച്ചു. ഈ അപ്പം ഭക്ഷിച്ചില്ലെങ്കിൽ ഭക്ഷിക്കാത്തവരെല്ലാം, മഞ്ഞ ഭക്ഷിക്കാത്തവരെല്ലാം അവര് വാസയോഗ്യമായ ഇടത്തിലെത്താൻ സാധ്യത കുറവാണ്. അവരെ പിശാചിട്ട് എന്ത് ചെയ്യും? വലയ്ക്കും, പിശാച് കൊടുക്കും. അതുകൊണ്ട് നിർബന്ധ പദവാക്ക്, നിങ്ങൾ കുടിപ്പാർപ്പുള്ള ദേശത്ത് എത്തുന്നത് വരെ നിങ്ങൾ മഞ്ഞ ഭക്ഷിച്ചിരിക്കണം. കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഞാൻ അതുകൊണ്ട് അല്പം നിർത്തിയ സ്വന്തം ദൈവം ഉദ്ദേശിക്കുന്നിടത്ത് സ്വസ്ഥമായി പാർക്കുവാൻ തക്കവണ്ണം ദൈവം ഉദ്ദേശിക്കുന്ന ഇടത്ത് നിങ്ങൾ എത്തുന്നത് വരെ മഞ്ഞ ഭക്ഷിക്കണം. എന്താ മഞ്ഞ ഭക്ഷിക്കാൻ നിർബന്ധിച്ച കാര്യം? മഞ്ഞ ഭക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളെ ദേശത്ത് വരയ്ക്കാനും നിങ്ങൾ ദേശത്ത് കുടിക്കിടുവാൻ തക്കവണ്ണം
പിശാച് എന്ന് പറയുന്ന ഒരു ശക്തി രാവും പകലും വർക്കൗട്ട് ചെയ്യുകയാണ്. പക്ഷെ അവനെ അതിജീവിക്കണമെങ്കിൽ മഞ്ഞ ഭക്ഷിച്ച് ആത്മബലപ്പെട്ടെങ്കിൽ മാത്രമേ അവൻ അതിജീവിക്കാൻ പറ്റുകയുള്ളൂ. മഞ്ഞ ഭക്ഷിക്കാത്ത കാലമത്രയ അവൻ നിങ്ങൾക്ക് ശക്തിയില്ല. ശക്തിയില്ലാത്ത കാലമത്രയ പിശാചിന് ഇഷ്ടം അവൻ നിങ്ങളുടെ മേൽ തലമുറ കരമടിച്ച് ആത്മാവ് പറയാ, ദൈവമേ എന്നെ എത്തിക്കാൻ അനുവദിക്കണമെന്ന് അവൻ തടയുന്ന ഒരു പിശാചുണ്ട്. അവൻ ദേശാധിപതിയുണ്ട്. അവൻ തടയുന്ന പൈശാചിക മണ്ഡലമുണ്ട്. അവൻ മന്ത്രവാദം കെട്ടുണ്ട്, ശകുനവാദം കെട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ജീവിപ്പാക്കവന്ന് മണ്ണ എന്ന മഹാദൈവത്തിന്റെ ശക്തിക്ക് മാത്രമേ അവൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങൾ പ്രാപിക്കണമെന്ന് എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. അവൻ രാത്രിയും പകൽ ദൈവത്തിന്റെ ന്യായപ്രമാണം അവൻ ധ്യാനിക്കുന്ന മനുഷ്യൻ അവൻ ഭാഗ്യവാനാണ്. അവൻ ആറ്റിനെ നട്ടിരിക്കുന്ന തക്കകാലത്ത് ഫലങ്ങൾ ഇടപാടാത്തതായ ആ വ്യക്തിയെ ദേശത്ത് വലയ്ക്കുവാൻ തക്കവണ്ണം സമ്മതിക്കില്ല. 15:9 പുറപ്പാട് 15:9 വാക്യം കൂടെ വേഗം. അടുത്ത വാക്യം ഒരു വാക്യം കൂടെ വായിക്കണം. അപ്പമാണ് മന്ന, ആഹാരമാണ് മന്ന. പക്ഷെ പൈശാചിക മണ്ഡലത്ത് വരുമ്പോൾ ഈ മന്ന, ഈ അപ്പമായിട്ടല്ല, ഭക്ഷിക്കുന്ന ആഹാരമായിട്ടല്ല. യശയാപ്രവാചക പുസ്തകം 49 അധ്യായം 2 വാക്യത്തിൽ ഈ അപ്പം എന്താകുമെന്ന് അവിടെ ഒരു പദം യെശയ്യാ പറയുന്നത് വായിച്ചു. വാളാകും. മതി, ഒരു മിനിറ്റ്. ഈ അപ്പം എന്താകും പറഞ്ഞേ? വാളാകും. വാളെന്താ? വചനമല്ലേ? അത് ഏത് വാളാ? മൂർച്ചയുടെ വാളാകുമെന്നാണ്. ഓർത്തോണം, അപ്പം ഭക്ഷിച്ച് നിൽക്കുന്ന വ്യക്തിയെ പരിശുദ്ധാത്മാവ് പിശാചും അവനെ കെട്ടും പിന്തുടരുകയോ പിടിപ്പാനോ അവൻ ആ കുടുംബത്തെ ഒതുക്കുവാനോ പ്ലാൻ ചെയ്താൽ, ഈ അപ്പം നിങ്ങൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ, ഈ മഞ്ഞ ഭക്ഷിച്ചു കഴിഞ്ഞാൽ, പിശാചിന്റെ മണ്ഡലത്തിന്മേൽ ഈ അപ്പം, ഈ മഞ്ഞ അവന് വാളായി അവനെ യുദ്ധം ചെയ്യും. ഇന്ന് രാവിലെ സമയം വർഷങ്ങളായിട്ട് നമ്മുടെ പദ്ധതി അവൻ വിജയിപ്പാൻ കഴിയാതെ വണ്ണം, ദൈവം നമ്മളെ കുറിച്ചിരിക്കുന്നതായ ആ നിയോഗം എത്തുവാൻ കഴിയാതെ വണ്ണം നമ്മെ തടഞ്ഞ ഒരു പൈശാചിക ആധിപത്യം ഉണ്ടായിരുന്നുവല്ലോ. അതിനോട് പൈശാചിക മണ്ഡലത്തോട് അവൻ യുദ്ധം ചെയ്യുക. വചനമെന്ന വാളെടുത്ത് യുദ്ധം ചെയ്യുവാൻ അവൻ കരുത്തു പ്രാപിക്കാമോ? കരമടിച്ചാൽ പറയുക, ഈ 9-ാമത്തെ മാസം 15-ാമത്തെ വർഷം പരിശുദ്ധാത്മാവിനാൽ. ആമേൻ, ആമേൻ. പറഞ്ഞോ, പറഞ്ഞോ. കരമടിച്ച് എല്ലാ കാരമടിച്ച് ഈ അപ്പം എനിക്ക് ഭക്ഷിക്കുമ്പോൾ വിഷമം മാറുക മാത്രമല്ല, അവൻ പിശാചിന്റെ മണ്ഡലത്തോട് അവൻ യുദ്ധം ചെയ്യുന്നത് വാളായി അവൻ വെളിപ്പെട്ടു വരുമെങ്കിൽ ഈ 15-ാമത്തെ പകൽ എന്റെ കുടുംബത്തോട്, എന്റെ കുഞ്ഞുങ്ങളോട്, എന്റെ സഭയോട്, എന്റെ വാക്തത്വങ്ങളോട് അവൻ തടസ്സം ശ്രദ്ധിക്കുന്നതായ ആ കുടുക്കിന്റെ ആത്മാവിനോട് ഇന്ന് രാവിലെ വാളിന്റെ ആ ഒരു ശക്തിയോടെ തന്നെ ഇടപെടുവാതൊക്കെ വന്ന് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിശപ്പ് മാറ്റുന്നതല്ല ഈ അപ്പത്തിന്റെ ജോലി. ഈ അപ്പത്തിന്റെ ജോലി തടയുന്നവനോട് പോരാടുവാൻ തക്കവണ്ണമുള്ള വാളായി വരും ഈ അപ്പം. പ്രൈസ് ദി ലോർഡ്. ഇനി അപ്പം എന്തായി മാറും? അന്ന് വായിച്ച എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം മുതൽ വേഗത്തിൽ വായിച്ച ഒരു വാക്കുകൂടി കൃത്യം ഓടി വന്നതാണ് വായിച്ചേ. യാതനയാലും അടുത്ത വാക്യം അവിടെ ഒരു വാക്കുണ്ടല്ലോ, ആത്മാവിന്റെ സുവിശേഷം കാലിന് ചെരുപ്പാകണം. അത് വായിച്ചേ. സമാധാന സുവിശേഷ ഒരുക്കം. അപ്പോൾ ആ പദം ഓർത്തോണം. എത്രാമത്തെ വാക്യം? 14-ാമത്തെ വാക്യം. 6-ാമത്തെ വാക്യത്തിൽ 6-14 വന്നപ്പോ ഈ വചനം എന്തായി വന്നു? സമാധാനമായി വന്നു. നോക്കണം, വിശപ്പ് മാറ്റുന്ന വചനം, ശത്രുവിനോട് പോരാടുന്ന വാളാകുന്ന വചനം, അത് അനുസരിച്ചവർക്ക് എന്തായി വന്നു? സമാധാനത്തെ വാക്ക്. നോക്കണം, നമുക്കറിയാം ഒരു സൂര്യനേ ഉള്ളൂ
ആ സൂര്യൻ രാവിലെ ഉദിക്കുമ്പോൾ ഈ പച്ചപ്പിലേക്ക് വന്ന് സൂര്യൻ അടിക്കുന്ന സമയത്ത് ഹരിതങ്ങളെല്ലാം പച്ചപ്പ് കൊടുക്കും. നല്ല ഇലകളുടെ മേൽ ഈ സൂര്യപ്രകാശം വന്ന് അടിക്കുമ്പോൾ അത് നല്ല പച്ചപ്പ് കൊടുക്കും. അത് ചതുപ്പ് നിലയിൽ ഒരു വെള്ളം കെട്ടി നിൽക്കുന്നിടത്തേക്ക് ഇത് പോയ ആ വെള്ളമുള്ള സ്ഥലത്തെ ഉണക്കി അതിനെ നല്ല പവിത്രമാക്കി മാറ്റും. കടലിലേക്ക് ഈ സൂര്യൻ വന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ കടലിലെ വെള്ളത്തെ നീരാവാക്കി മേപ്പോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഒരു സൂര്യനെ ഉണ്ടെങ്കിലും പല ഫങ്ഷൻസ് ഉണ്ട് അല്ലെ. അതുപോലെ ഒരു വചനമുണ്ട്. ആമേ, വചനത്തിന്റെ ശക്തി ഭക്ഷിക്കുന്ന ദൈവമക്കൾക്ക് വിശപ്പ് മാറ്റുക മാത്രമല്ല, ആമേ, ആ വചന ശക്തി ഇറങ്ങി വരുമ്പോൾ സാത്താൻ ആമേ തടയുന്നുവെന്ന് സാത്താനോട് വാളായിട്ട് പ്രത്യക്ഷപ്പെട. ആമേ, സമാധാനമില്ലാത്ത വ്യക്തിക്ക്, സമാധാനമില്ലാത്ത കുടുംബത്തിന് ഈ വചനം പോയിട്ട് സമാധാനം. അതുകൊണ്ടാണ് മസ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് മന്ന പഠിച്ചിരിക്കണം. ഇനി ഒരു വാക്കുകൂടി അത് ചേർത്ത് വെക്കാം, വേഗത്തിൽ സംഭവം പോകുന്ന വേഗത്ത് വെക്കാം. 4:12 ഏതാ? എബ്രായലേഖനം 4:12 വാക്യം വായിച്ചു. ഞാൻ ആ ഭാഗത്തുനിന്ന് പോകാൻ ആഗ്രഹിച്ചല്ല, പക്ഷെ ദൂരെ കയറി വന്നുകൊണ്ട് ഞാൻ പറഞ്ഞ് വായിച്ചു. 4:12 എബ്രായർ 4:12 വേഗത്തിൽ വായിച്ചു. ജീവനം പ്രാണനെയും ആത്മാവിനെയും അവിടെ വചനം എന്തായി വന്നു? ജീവന്റെ വചനമായി. 2 ചൈതന്യം കൊടുക്കുന്ന വചനമായി വന്നു. ഒരു മന്നയാണ്, ഒരു അപ്പമാണ്, ഒരു യേശുവാണ്. അവ ആ വചനം എന്തായി വന്നു? അവിടെ നിങ്ങൾ താമസയോഗ്യമായ സ്ഥലത്ത് എത്തുന്നത് വരെയും നിങ്ങൾക്ക് ജീവൻ വേണം, നിങ്ങൾക്ക് ചൈതന്യം വേണം, നിങ്ങൾക്ക് ബലം വേണം. നിങ്ങൾക്ക് പിശാചിന്റെ തടസ്സമുണ്ടാകാൻ പാടില്ല, നിങ്ങൾക്ക് സാത്താന്റെ അറ്റാക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തു ഭക്ഷിച്ചിരിക്കണം? നിങ്ങൾ മന്ന ഭക്ഷിച്ചിരിക്കണം. ഇന്ന് രാവിലെ ദൈവ നിയോഗത്തോടെ ദൈവസഭയ്ക്ക് വേണ്ടി ദൂത് കൈമാറി പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പറയാ, ഈ 9ാമത്തെ മാസം നമ്മൾ മന്ന ഭക്ഷിച്ചിരിക്കണം, യേശുവിനെ പ്രാപിച്ചിരിക്കണം, അവന്റെ വെളിപ്പാട് പ്രാപിച്ചിരിക്കണം. കാരണം ചില അവകാശങ്ങൾ പ്രാപിക്കാൻ സമയമായി, ചില നേട്ടങ്ങൾ പ്രാപിക്കാൻ സമയമായി, ചില ഇടങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സമയമായി, ചില അവകാശങ്ങൾ സാക്ഷി വയ്പാൻ സമയമായി. കരമടിച്ചെന്ന് പറഞ്ഞാൽ അതേ ദൈവമേ, അതെന്റെ കുടുംബത്തിലെ തലമുറയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന സമയമായി. അതിന്റെ പുറകെ വ്യാപരിക്കുന്ന പിശാചുണ്ട്, അതിന്റെ പുറകെ വ്യാപരിക്കുന്ന മന്ത്രവാദ ശക്തിയുണ്ട്, അസൂയ വെല്ലുവിളിയുണ്ട്, പൈശാചിക ആധിപത്യമുണ്ട്. പക്ഷെ അതിനെ മുഴുവൻ അതിജീവിപ്പാൻ എനിക്ക് ദൈവത്തിന്റെ വചനം ഭക്ഷിച്ചിരിക്കണം. അതുകൊണ്ടാണ് വചനത്തിന്റെ കാതലായ മേഖല പിശാചിനോട് പോരാണ് അന്തരീക്ഷം മോചമായത്. ഇനി അവർ വാസയോഗ്യമായ സ്ഥലത്തേക്ക് അവരെത്തുമ്പോൾ ആ ദേശത്തിനൊരു പ്രത്യേകത കൊണ്ട് വായിക്കാം. ആവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെ വായിച്ചേ. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 4 മുതൽ 9 വരെ പ്ലീസ് വായിച്ചു. ഈ മന്ന 40 വർഷം ഭക്ഷിച്ചു. ഒന്ന്, നീ ധരിച്ച വസ്ത്രം. അപ്പൊ വചനം എങ്ങോട്ടാ കയറി? പറഞ്ഞേ, ഒന്നോട് പറഞ്ഞേ. വചനം പറ. അഭിദേവനാക്കി മനസ്സിലാക്കുമ്പോ ഒരു വസ്ത്രമേ നമ്മുടെ കയ്യിൽ ഉള്ളൂ. വേറെ ടെക്സ്റ്റൈൽസ് ഒന്നുമില്ല, വേറെ വാങ്ങി ധരിക്കാൻ തക്കണം പോലീസില്ല, രാമേന്ദ്രയില്ല, ഇവിടുത്തെ ഒരു വലിയ സ്റ്റേജ് ഒന്നുമില്ല, ഓൺലൈൻ വരുത്താൻ തക്കവണ്ണം ഉള്ള സിസ്റ്റം ഇല്ല. ആകെയുള്ള ഒറ്റ വസ്ത്രമേ ഉള്ളൂ. അത് 40 വർഷം ധരിക്കണം. ആ 40 വർഷം ധരിക്കണമെങ്കിൽ ആ 40 വർഷത്തിൽ അതിനകത്ത് വിയർപ്പിന്റെ മണം വരാൻ പാടില്ല, അത് ജീർണിച്ച് നശിപ്പിക്കാൻ പാടില്ല. ഇന്ന് രാവിലെ ഞാനൊരു വെളിപ്പാട് പറയാം. നമുക്ക് 10 ഇല്ലെങ്കിലും 1 ഉള്ളെങ്കിലും 1 മതി. അതിനകത്തേക്ക് ഒരു ദൈവശക്തി വെളിപ്പെട്ട മനസ്സിലാകുന്ന രാമൻ പറഞ്ഞേ പോരാ. ഒന്നൊരു സ്വതന്ത്രം പറഞ്ഞു. ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ വാഹനം 12 വർഷം കഴിയുന്നു. 13ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കും. 2 വർഷം കഴിയുമ്പോൾ അത് ടെസ്റ്റിന് കയറ്റാൻ സമയമാണ്. എന്നോട് കഴിഞ്ഞ വർഷം ആ വണ്ടി ഒരാള് നമ്മുടെ പാസ്റ്റർ അവരെ വിവാഹ ശുശ്രൂഷയ്ക്ക് കൊണ്ടുപോയി.
കൊണ്ട് ഓടിച്ചിട്ട് വന്ന സഹോദരൻ പറഞ്ഞു, അത് പുത്തനായിരിക്കുന്നു വാസേ, അത് ഇത്രയും വർഷം പഴക്കമുള്ളതായിട്ട് അറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞ വാക്ക്, അതിനകത്ത് എന്തുണ്ട്? ദൈവശക്തി ഉണ്ട്, ദൈവത്തിൻ്റെ അഭിഷേകത്തുണ്ട്. അത് ഇന്നും പുതുക്കത്തോടെ പുതുമ ഇരിക്കാൻ തക്കമാണ്. കാരണം അതിനകത്ത് ദൈവം, എനിക്കറിയാം വേറൊരു വണ്ടി വാങ്ങേണ്ട കാശ് എൻ്റെ കയ്യിൽ ഉണ്ടോ? എൻ്റെ കയ്യിലില്ല. അപ്പോൾ പിന്നെ ആ വണ്ടി എന്താക്കി തരണം? പുതുതാക്കി തരണം. അപ്പോൾ നിങ്ങൾക്ക് 40 വർഷം വസ്ത്രം അവിടെ രാവിലെ ഓർത്തോണം. നമുക്ക് ഒന്നുമില്ലെന്ന് പറഞ്ഞ് തീർവെടുക്കരുത്. വചനം വായിച്ചോണം, പ്രാർത്ഥിച്ചോണം. അതിനധികം പുതുക്കി തന്നാൽ, അതിന് ദൈവം കാത്തു തന്നാൽ, ഒന്ന് സ്വന്തം പറ, ഒന്ന് സ്വന്തം പറ, ഒന്ന് സ്വന്തം പറഞ്ഞ പോലെ നന്ന സ്വന്തം പറ, നന്നായിട്ട് വിളിപ്പാൻ സ്വന്തം പറ. നമ്മളെ സഹായിക്കാൻ ആരുമില്ല, നമ്മൾ കൈത്തങ്ങ് ചെയ്യാൻ ആരുമില്ല, നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരുമില്ല, നമുക്കൊന്ന് സുഖമാണ് ചോദിക്കുവാൻ ആരുമില്ല. പക്ഷെ അവിടെ എല്ലാം നാം പുതുക്കത്തോടെ ജീവിക്കണമെങ്കിൽ ആകെയുള്ള പോംവഴി ഈ വിശുദ്ധ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ ഈ മഞ്ഞ ഭക്ഷിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ഇന്ന് രാവിലെ വിശ്വാസത്തോടെ പറഞ്ഞ്, സഹായിപ്പാതിയല്ലാതെ എനിക്ക് മറ്റാരുമില്ല. അതുകൊണ്ട് എന്റെ തലമുറയെ പുതുക്കിത്താണ്ട്, എന്റെ കുടുംബത്തെ പുതുക്കിത്താണ്ട്, എന്റെ കുടുംബജീവിതത്തെ പുതുക്കിത്താണ്ട്, എന്റെ വരുമാനത്തെ പുതുക്കിത്താണ്ട്, എന്റെ പാർപ്പിടത്തെ പുതുക്കിത്താണ്ട്, ഞാൻ അനുഭവിക്കുന്ന സകല നന്മയെ പുതുക്കി തരാത്തക്കവണ്ണം എന്റെ ദൈവത്തിന് മാത്രമേ കഴിയൂ. അത് മണ്ണയ്ക്ക് കഴിയത്തുള്ളൂ, ആ ദൈവത്തിന് വചനത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. വിശ്വാസത്തോട് പറയുക, ദൈവം പുതുക്കി തരും, നിശ്ചയമാണ്. ഈ 40 വർഷം വസ്ത്രം 2 കണ്ടോ? കഴിഞ്ഞ ദിവസം 9 മണിക്കൂർ എൻ്റെ മാതാവ് ഇവിടെ ഗുരുരാത്ത് പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് രാവിലെ പോകണ്ടോ, ഒരു കാല് നീരായിട്ട് നീക്കാണ് പറഞ്ഞു. 9 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കാലിൽ നീര് വന്നു അല്ലേ? അപ്പോൾ എന്നാൽ 40 വർഷം എന്താ വെച്ചാൽ അവ മഞ്ഞ എങ്ങോട്ടൊക്കെ ഇറങ്ങി? അസ്ഥിയിലിറങ്ങി, നാടിയിലിറങ്ങി, നരമ്പിലിറങ്ങി, മജ്ജയിലിറങ്ങി, മാംസത്തിറങ്ങി. ഇന്ന് ദൂരെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിൽ കിടക്കുന്നതായ വിഷമങ്ങൾ ദൈവത്തിനറിയാം. നമ്മൾ സ്റ്റെപ്പ് കയറാൻ പെടുന്ന പാട്, സ്റ്റെപ്പ് ഇറങ്ങുവാൻ പെടുന്ന പാട് നമുക്കറിയാം. ഇന്ന് നമുക്ക് പറയാം, മഞ്ഞയ്ക്ക് അകത്തിരിക്കുന്ന ക്ഷീണത്തെ മൊത്തം മാറ്റാൻ പറ്റുമെങ്കിൽ ഈ സഭാരനെ കഴിഞ്ഞു പോകുമ്പോൾ പൂർണ്ണ സൗഖ്യത്തോടെ മഞ്ഞ ഭക്ഷിച്ച് പൂർണ്ണ ബലത്തോടെ വേണം പോകാൻ. കരമടിച്ചെന്ന് പറഞ്ഞാൽ എന്റെ കാലിന് നീര് മാറും, എന്റെ ശരീരത്തിന് നീര് മാറും, എന്റെ ബലഹീനമായ മണ്ഡലത്തിൽ ദൈവം അത്ഭുതം ചെയ്യുക. എന്റെ ആന്തരിക അവയവം ദൈവം സൗഖ്യമാക്കുക, എന്റെ ഭാഗ്യമാവയം ദൈവം സൗഖ്യമാക്കുക, എന്റെ രക്തത്തിൽ കിടക്കുന്ന രോഗത്തിന് കരുതുകളെ ദൈവാത്മാവ് സൗഖ്യമാകുക. കരമടിച്ച് പറയുക, ദൈവം വിശ്വസ്തനാണ്. അവൻ ദൈവാത്മ ബലത്തോടും ആരോഗ്യത്തോടും മാത്രമേ ചെയ്യത്തുള്ളൂ. ഈ ദിവസങ്ങൾ ഒത്തിരി നമ്മൾ ഓൺലൈൻ വാർത്തകൾ അല്ലെങ്കിൽ അതിന്റെ സോഷ്യൽ മീഡിയ നന്ന പ്രചാരം നേടിയതുകൊണ്ട് അനങ്ങിയാൽ നമുക്കിവിടെ റിപ്പോർട്ട് കിട്ടും. അത്ര രീതിയിലുള്ളതായ ഡെവലപ്മെന്റ് ആയിക്കഴിഞ്ഞു. ഇപ്പൊ 5G സിസ്റ്റത്തിൽ നിന്ന് 6G സിസ്റ്റത്തിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞാൽ തൊട്ടാൽ തന്നെ അങ്ങ് ഫാസ്റ്റായിട്ട് സാധനം പോകും. പണ്ടൊക്കെ ആണെങ്കിൽ കറങ്ങി 1 മണിക്കൂർ കഴിഞ്ഞ് ഒരു മെസ്സേജ് പോകത്തുള്ളൂ. ഇപ്പൊ അതിന്റെ തുടർന്ന പറയുന്ന മുമ്പ് തന്നെ സാധനം എത്തി, അത്രയുള്ള ഫാസ്റ്റായി. ശ്രദ്ധിക്കൂ, അങ്ങനെ നിൽക്കിയ സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ 36 വയസ്സ് പ്രായമുള്ള, 30 വയസ്സ് പ്രായമുള്ള, 28 വയസ്സ് പ്രായമുള്ള എല്ലാ ദിവസവും മരണത്തിന്റെ ലിസ്റ്റ് ഇഷ്ടംപോലെ. ഹല്ലേലൂയ. നന്നായിട്ട് ഉറങ്ങിയവർ നിശ്ചല ശല്യമായി കിടക്കുന്നു, ഞെട്ടിപ്പോയി. സ്വത്രം ഹല്ലേലൂയ. നമ്മുടെ കൂടാരത്തിനകത്തുന്ന ശക്തികളെ ദൈവം ശാസിക്കാൻ, നമ്മുടെ നീതികളും വേദനകളും ഭയങ്ങളും പീഡിത്തങ്ങളും ഒക്കെ മാറ്റാൻ മഞ്ഞയ്ക്ക് പറ്റും. അതുകൊണ്ട് മഞ്ഞ ഭക്ഷിച്ചിരിക്കണം. ദൈവത്തിന്റെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ പറഞ്ഞ ഇന്ന് രാവിലെ ദൈവമൊക്കെ ഓർത്തോണം. അല്ലാതെ ഞാൻ കഴിഞ്ഞ ദിവസം ഓർത്തു, ഇഷ്ടംപോലെ സിമ്മിലകത്ത് ഈ GB കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പ്രാർത്ഥനയ്ക്ക് കയറാൻ മാത്രം ആർക്ക് എന്തില്ല, നെറ്റില്ല, GB ഇല്ല. കാര്യം ഞാൻ നോക്കിയപ്പോൾ എന്താ ഈ സീരിയൽ കാണാൻ തക്കവണ്ണം നെറ്റ് തികയുന്നില്ല, കോമഡി കേൾക്കാൻ നെറ്റ് തികയുന്നില്ല, മറ്റൊന്നിനും നെറ്റ് തികയുന്നില്ല. അതിൻ്റെ കൂട്ടത്താണ് പാസ്റ്റർ പ്രാർത്ഥന. അവിടെ വരുമ്പോൾ നെറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാക്കി എന്തുപയോഗിച്ചാലും നെറ്റിന് ഒരു പ്രശ്നമില്ല. ഓർത്തോണം, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത്
ദൈവത്തിന്റെ അരുളപ്പാട് പ്രാപിച്ച സമയത്ത് നാം ആലസന്മാരായി മടികന്മാരായിരിക്കും. ഓർത്തോണം, നിങ്ങളുടെ ജീവിതത്തിൽ നീര് കയറിക്കൊണ്ടിരിക്കുകയാണ്, പരാജയം വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവശബ്ദം കേട്ട് മന്ന പ്രാപിച്ച് രക്ഷപ്പെട്ട സ്ഥാനത്ത് നിന്നും ശൂന്യതയിലേക്ക് കാലുകൾ വെച്ച് പോവുകയാണ്. ഒരു വാസയോഗ്യമായ ഇടത്തിലേക്ക് ദൈവം പറിച്ചു നടുവാൻ മഞ്ഞ ആവശ്യമാണെന്നാ പറഞ്ഞ വാക്ക്. ഇരാം ദൈവം ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് എത്തണമെങ്കിൽ മഞ്ഞ ഭക്ഷിക്കണം. മഞ്ഞ ഭക്ഷിക്കാത്ത കാലമത്രേക്ക് നീ വാസയോഗ്യമായ ഇടത്തേക്ക് പോകത്തില്ല. അനഞ്ഞു വലഞ്ഞ് ആകെ കുത്തുവാള എടുക്കേണ്ടി വരും. അത് വരാതിരിക്കാനാണ് അവൻ മഞ്ഞ ഭക്ഷിക്കണമെന്ന വാക്ക് നിർബന്ധത്താൽ പറയാൻ കാരണമായത്. ജീർണിച്ചില്ല. വായിച്ചടുത്ത് വാക്യം വായിച്ചു. ഇഷ്ടമുണ്ടോ വാക്ക്? ഒരു അപ്പൻ തന്റെ മക്കളെ ശിക്ഷിച്ച് വളർത്തുന്ന പോലെ യഹോവ ദൈവം ശിക്ഷിച്ചു കഴിഞ്ഞാൽ ദോഷമുണ്ടാകുമോ? ഒരു ശുശ്രൂഷകൻ എന്തെങ്കിലും ഉപദേശിച്ചു കഴിഞ്ഞാൽ ആ ഉപദേശത്തിന്റെ പുറകിൽ ഒരു വാസയോഗ്യമായ ഇടത്തേക്ക് പറിച്ചു നട്ട ആശ്വാസത്തിന് വേണ്ടിയാണ് ആമേ ആ പദങ്ങൾ പറഞ്ഞ് ശിക്ഷിക്കുകയോ ശാസിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്യുന്ന വാക്ക്. ഞാൻ അതിന്റെ സബ്ജക്ട് അതല്ല. ഇവിടെ വായിച്ചോ. അപ്പോൾ വാസയോഗ്യം ദേശത്തെ കുറിച്ച് ആവർത്തനം 8-ാമത്തെ വാക്യം പറയുന്നു. ആ ദേശം പൊല്ലാപ്രദേശമല്ല, ആ ദേശം ഭയപ്രദേശമല്ല, ആ ദേശം ദാരിദ്ര്യദേശമല്ല, ആ ദേശം ശൂന്യദേശമല്ല, ആ ദേശം ഏറ്റവും നല്ല ദേശമെന്നാണ്. കുടിപ്പാർപ്പ് ദേശത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത നല്ല ദേശം. ഒന്നുകൂടെ പറഞ്ഞ എന്താണ്? ഗുഡ് പ്ലേസ്, ആശ്വാസംകാര ദേശം, എതിരാളികളില്ലാത്ത ദേശം, അസൂയയും കുശുമ്പും കുഞ്ഞായ്മ ഇല്ലാത്ത ദേശം, സ്വസ്ഥതയും സമാധാനം ലഭിക്കുന്ന ദേശം. അവിടെ എത്തുന്നുണ്ടെങ്കിൽ എന്ത് വേണം? മഞ്ഞ. അപ്പൊ ഒന്ന് വായിച്ചോ. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും ഉണ്ടോ നല്ല പ്യൂർ വാട്ടർ. എന്താണ്? നമ്മള് പൈപ്പിൽ നിന്നും ഈ സിറ്റിക്കകത്ത് നമ്മൾ താമസിക്കുമ്പോൾ സിറ്റിയുള്ള ആ വെള്ളം കുടിക്കാൻ എന്ത് വെള്ളമാണ് പറഞ്ഞേ? നെയ്യാറ് ഡാമിലുള്ള വെള്ളം, അരുവിക്ക ഡാമെന്ന് വരുന്ന വെള്ളം. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ വെള്ളം തുടത്തുപോലുമില്ല. സ്വതന്ത്രം ആ ദേശം പോയി കണ്ടു കഴിഞ്ഞാൽ ശവം മാറിഞ്ഞതും എനിക്കറിയാം. അതിന്റെ ഒരു അറ്റത്ത് കഴിഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ ഏരിയ ഏതാ? ഈ അരുവിക്ക ഡാമിന്റെ മറ്റൊരു ഭാഗത്തൊന്നുണ്ട് സൂസൈഡ് പോയിന്റ് ആണ്. അവിടെ എല്ലാവരും പ്രേമിക്കുന്നവരെല്ലാം പ്രേമ നിരാശത്തിൽ പോയി ആത്മഹത്യ. ഇതെല്ലാം കുടിക്കുന്നതാണ് ഇവിടത്തെ എത്തിക്കാറുള്ളത്. പക്ഷേ ഗുഡ് പ്ലേസ് ദൈവം കൊണ്ടെത്തിക്കുന്ന സ്ഥലത്തേക്ക് നോക്കിയേ, താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പാറയ്ക്കകത്ത് നോക്കിയ വരുന്ന പ്യൂർ വാട്ടർ. അപ്പൊ നോക്കണം, ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി മഞ്ഞ ഭക്ഷിച്ച് ബലപ്പെട്ട് യാത്ര ചെയ്യുന്ന ഭക്തന്മാർക്ക് വേണ്ടി ദൈവം കൊടുക്കുന്ന മേൽത്തരമായ വെള്ളമെന്നാണ്. അവിടെ മാലിന്യമുള്ളതല്ല. ഇന്ന് രാവിലെ ഓർത്തോണം, ഇത്രയും വിലപ്പെട്ട വെളിപ്പാട് ദൈവസഭയ്ക്ക് ദൈവം തരുമ്പോൾ ആത്മാവിൽ പറകത്താവേ മേൽത്തരമായി വെള്ളം കുടിപ്പിച്ച് എന്നെ കൊണ്ടെത്തിക്കാൻ തക്കവണ്ണം എന്നോടുള്ള അങ്ങനെ ദയ എത്ര മാത്രമാണ്, എന്നോടുള്ള അങ്ങനെ കരുണ എത്ര മാത്രമാണ്. കരമടിച്ചൊന്ന് പറയാമോ? അത്രയും ദൈവം നമ്മെ കരുതി നടത്തുവാൻ തക്കവണ്ണം അപ്പനായ ദൈവം അവൻ എനിക്ക് വേണ്ടി കടക്കൊന്നുവെങ്കിൽ വിശ്വത്തോടെ പറയാ, അവൻ ദൈവം നല്ലൊരു ദേശത്തെ എന്നെ തലമുറ പറിച്ചു നട്ട് മാറിപ്പോൾ ദൈവം പ്രസാദമുണ്ടെങ്കിൽ അത് മഞ്ഞ ഭക്ഷിക്കുന്നവർക്കൂടെ മാത്രമുള്ള ദൈവത്തിന്റെ അഗ്രഹമാണ്. സ്വന്തം